Hello everyone, welcome back to Xylem. This is Mohammed Shaju, your English teacher. 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 8th-ലും 9th-ലും 10th സ്റ്റാൻഡേർഡിൽ വരെ നിങ്ങൾക്ക് സ്ഥിരമായി കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ചില ആളുകൾക്ക്, അതിൽ മാർക്ക് പോകാറുണ്ട് ചില ആളുകൾക്ക്. നമ്മൾ അതിന്റെ A to Z കാര്യങ്ങൾ ഷോർട്ട് വീഡിയോക്കകത്ത് പഠിച്ചെടുക്കാൻ പോകണം. റെഡി അല്ലേ നിങ്ങൾ? നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക. ആദ്യം തന്നെ വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ടാഗ്? എന്താണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാല്? നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആണ് ക്വസ്റ്റ്യൻ ടാഗുകൾ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ യൂസ് ചെയ്യുക കോൺവെർസേഷനിലാണ് അല്ലെ. കോൺവെർസേഷനിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുക അല്ലേ? ആണോ? ഇങ്ങനെ അല്ലേ ആണോ എന്ന് നമ്മൾ ചോദിക്കൂലേ? ഇതാണ് ഇംഗ്ലീഷില് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാല്. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക അല്ലേ ആണോ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യന്റെ രൂപത്തിൽ ചോദിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുക. ക്ലിയർ ആണല്ലോ? അതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്ന് വെച്ചാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് എവിടെയാണ് നമ്മൾ കാണുക എന്നുള്ളത്. ഒരു കോൺവെർസേഷൻ തന്നിട്ട് നമ്മൾക്ക് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ചോദ്യമില്ലേ മക്കളെ, അല്ലെ? ആ ചോദ്യത്തിലാണ് എന്തുണ്ടാവുക, ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് കാണാം ഈ സ്ക്രീനിന്റെ അകത്ത് ഹി ഈസ് മൈ ടീച്ചർ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു സെന്റൻസ് പകുതി വെച്ച് നിൽക്കുന്നു, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. എന്താ ഞാൻ പറഞ്ഞത്? ഒരു സെന്റൻസ് പകുതി വെച്ച് നിൽക്കുക, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം അതെന്താണ്, അത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ രണ്ടാമത്തെ ഘടനയും നമ്മൾ കടന്നു. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഹി ഈസ് മൈ ടീച്ചർ. അല്ലെ, ഹി ഈസ് മൈ ടീച്ചർ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഹി ഈസ് മൈ ടീച്ചർ എന്ന് പറയുന്ന സെന്റൻസിനകത്ത് ഓക്സിലറി വെർബുകൾ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ എന്താണ് ഓക്സിലറി വെർബ്? നിങ്ങൾക്ക് അറിയാമല്ലോ, ഈസ്, വാസ്, ആർ, have, has, had, do, does, did, will, can, shall, may. ഇങ്ങനെ കുറെ വാക്കുകൾ നിങ്ങൾ പരിചയമില്ലേ? ഇവന്മാരെയാണ് നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറയാ. 24 ഉണ്ട് ഓക്സിലറി വെർബ്സ്. ഈ ഓക്സിലറി വെർബുകൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ പെട്ടെന്ന് അയാൾ അങ്ങോട്ട് പൊക്കിക്കോ. ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക, ഓക്സിലറി വെർബിനെ പൊക്കുക. ഓക്കെ, അപ്പൊ നോക്ക്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നോക്കിയിട്ട് ഹി ഈസ് മൈ ടീച്ചർ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഓക്സിലറി വെർബ് ഉണ്ടോ? ഉണ്ട് സർ, അവിടെ ഉണ്ട്. ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉണ്ട്. ഞാൻ അയാളെ എടുത്തിട്ട് ഈ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതി. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഈസ് എഴുതി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. അതെന്താ ക്വസ്റ്റ്യൻ പോസിറ്റീവും നെഗറ്റീവും? വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യനില് നോയോ അല്ലെങ്കിൽ നോട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കുന്ന ചില വാക്കുകൾ ഉണ്ടാവും, നോറ്, നീതർ എന്നൊക്കെ പറഞ്ഞ് എന്നെ തൊട്ടുന്ന കുറച്ച് വാക്കുകളില്ലേ. ആ നോട്ട്, നോ, നോ, നത്തിങ്, നീതർ, നോർ എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് ആക്കുന്ന വാക്കുകൾ, ഇല്ല എന്നാക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ്. റെഡി അല്ലേ? ഇനി അങ്ങനെ വാക്കുകളൊന്നും ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ്. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? നോയും നോട്ടും ഉണ്ടെങ്കിൽ നെഗറ്റീവ്, ആ നോയും നോട്ടും ഇല്ലെങ്കിൽ പോസിറ്റീവ്. അത് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇനി നോക്ക്, ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എഴുതുന്ന ടാഗ് നെഗറ്റീവ് ആക്കണം. എന്താണ് ഈ ക്വസ്റ്റ്യൻ പോസിറ്റീവ്? അത് എനിക്കറിയാം, നെഗറ്റീവ് അതും എനിക്കറിയാം. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ നെഗറ്റീവ് ആക്കുക പോസിറ്റീവ് ആക്കുക? ഇതൊന്നും കൺഫ്യൂഷൻ വേണ്ട. ഞാൻ പറയുന്ന കാര്യം ഇനി ക്വസ്റ്റ്യനിലേക്ക് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതാ ഇവിടെ നോക്ക്, നമ്മൾ എന്താ പറയുന്നത്? ഈസ് എന്ന വേർഡിനെ നമ്മൾ എടുത്തുകൊണ്ട് എഴുതിയില്ലേ ഓക്സിലറി വെർബിനെ. ഇനി ക്വസ്റ്റ്യൻ ഞാൻ നോക്കുമ്പോ പോസിറ്റീവ് ആണ്, കാരണം അവിടെ എന്തില്ല, നോയും നോട്ടും ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കി. ഇനി ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എങ്ങനെ നെഗറ്റീവ് ആക്കുന്ന ടാഗിന്?
അതിന്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈസിന്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈസിന്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗില് നോട്ട് നിർത്തുന്നതിന് പകരം അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഈസിന്റെ എന്നാണ് നമ്മൾ എഴുതുക. ഈസിന്റെ ആര് ഇവിടെ സബ്ജക്ട് ആരാ നോക്കുക, ഹി എന്ന് എഴുതുക. ഈസിന്റെ ഹി. ഇനി അരുണാണ് ക്വസ്റ്റ്യനിലെങ്കിൽ അരുൺ ഇസ് മൈ ടീച്ചർ എന്നാണ് ചോദ്യമെങ്കിൽ ഈസിന്റെ ഹി എന്ന് തന്നെ എഴുതുക. ഈസിന്റെ അരുൺ എന്ന് എഴുതാറില്ല. പ്രോനൗൺ ആണ് നമ്മൾ ഉപയോഗിക്കുക. നൗണിന് പകരം വരുന്ന ആളെയാണ് പ്രോനൗൺ എന്ന് വിളിക്കുക. അപ്പൊ അഞ്ചു എന്നാണെങ്കിൽ ഈസിന്റെ ഷീ എന്നാണ് നമ്മൾ പറയാ. ക്ലിയർ ആണോ? അത്രയും ഭാഗം മനസ്സിലായോ? ഒന്നുമില്ല. ക്വസ്റ്റ്യനിൽ ഓക്സിലറി വേർബ് ഉണ്ടോ നോക്കുക, പെട്ടെന്ന് പിടിച്ചെഴുതാം അല്ലെ. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കണം. എങ്ങനെ നെഗറ്റീവ് ആക്കാം? നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. നോട്ട് നമ്മൾ എഴുതാറില്ല, പകരം ഷോർട്ട് ഫോം ആണ് എഴുതുക. ഈസിന്റെ അല്ലെങ്കിൽ ആറിന്റെ എന്നാണ് നമ്മൾ എഴുതുക. ഇനി ആ പ്രോനൗണിനെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എഴുതാം. സബ്ജക്റ്റിൽ ഉണ്ടാവും ആള്, അയാളെ പിടിച്ച് ഇങ്ങോട്ടേക്ക് എഴുതാം. ഇപ്പൊ ഇത്രയും വരെ മനസ്സിലായില്ലേ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ കുറച്ചും കൂടെ ഉറപ്പായിട്ട് മനസ്സിലാവും. നോക്കാം നമുക്ക്. ഹി വാസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹി വാസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട്. ഈ ക്വസ്റ്റ്യന്റെ അകത്ത് ഓക്സിലറി ഉണ്ടോ മക്കളെ? ഉണ്ട്. വാസ് ആണ് അതിലെ ഓക്സിലറി അല്ലെ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ വാസ് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് ക്വസ്റ്റ്യനിൽ വല്ല നെഗറ്റീവ് ആക്കുന്ന ആൾക്കാരുണ്ടോ? നോയോ നോട്ടോ നൈദറോ നോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ട്. ഇതവിടെ കാണുന്നു. നോട്ട് എന്ന് പറയുന്ന വേർഡ് ഉണ്ട് അല്ലെ. അപ്പൊ ആ നോട്ട് എന്ന വേർഡ് ഉണ്ടായത് കൊണ്ട് എനിക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഞാൻ എന്താക്കണം? ഇനി ആൻസർ പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ആക്കാം. ഒന്നും ചെയ്യാതെന്നാ മതി. നോട്ട് ചേർത്തില്ലെങ്കിൽ പോസിറ്റീവ് അല്ലേ. അപ്പൊ വാസ് ഹി ആണ് അതിന്റെ ഉത്തരം. റെഡിയാണല്ലോ? അപ്പൊ അത് സെറ്റ് അല്ലേ? ഇതിനൊരു ഡൗട്ടും ഇല്ലല്ലോ. എന്നാ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. നമുക്കൊരു ക്വിസ് പോലെ നടത്തി നോക്കാം. കുറച്ച് സെക്കൻഡുകൾ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെയൊക്കെ ഉത്തരം പറയണം. നമുക്ക് ടോട്ടൽ 4, 5, 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. 6 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ 6 out of 6 വാങ്ങുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ആണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഇതിന് താഴെ എത്ര എണ്ണം ശരിയായി, നിങ്ങളുടെ പേര് എത്ര എണ്ണം ശരിയായി എന്നത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് തുടങ്ങിയാല്. യെസ്, യു ആർ മൈ ക്ലോസ് ഫ്രണ്ട്. യു ആർ മൈ ക്ലോസ് ഫ്രണ്ട്. ആൻസർ എന്താണ്? യെസ്, നിങ്ങൾക്ക് എഴുതാനുള്ള സമയമാണ്. യു ആർ മൈ ക്ലോസ് ഫ്രണ്ട്. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നു. അതിന്റെ ആദ്യം നോക്കേണ്ട കാര്യം ആരാണ്? ഓക്സിലറി വെർബിനെയാണ്. ഓക്സിലറി വെർബിനെ ഞാൻ ആദ്യം എടുത്ത് എഴുതി. ആർ എന്ന് പറയുന്നതാണ് അതിന് ഓക്സിലറി വെർബ് അല്ലെ. ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ ഞാൻ ഇവിടെ എഴുതി. ഇനിയോ ആദ്യം ഞാൻ ഓക്സിലറി വെർബിനെ നോക്കിയാൽ രണ്ടാമത് നോക്കേണ്ടത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ്. അപ്പൊ പോസിറ്റീവ് ആണ് ക്വസ്റ്റ്യൻ. കാരണം എന്താ? അവിടെ നോയും നോട്ടൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അപ്പൊ ഞാൻ അവിടെ ആറിന്റെ എന്ന് ചേർത്തു. ആറിന്റെ ആര്? യു ആണ്. ആറിന്റെ യു ആണ് ആൻസർ. ആറിന്റെ യു എന്ന് ഉത്തരം കിട്ടിയ ആളുകൾക്ക് 1 മാർക്ക്. ഓക്കെ, 1 മാർക്ക് വിജയിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സത്യസന്ധമായി കളിക്കണേ. അടുത്തത്, ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. നോക്ക്, എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഒന്ന് എഴുതി നോക്ക്. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. എന്തായിരിക്കും ആൻസർ? ഒന്ന് എഴുതി നോക്ക്. ഷീ ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് വന്നിട്ടുണ്ട് അല്ലെ. ഹാസ് ഓക്സിലറി വേർബ് ആണ്. ഞാൻ ഹാസ് എടുത്ത് എഴുതി. ഇനി ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ക്വസ്റ്റ്യനിൽ നോയും നോട്ടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പോസിറ്റീവ് ആണ്. ഇനി ഞാൻ എഴുതുമ്പോ ടാഗ് എന്തായിരിക്കണം? ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം. ഹാസിന്റെ എന്ന് എഴുതി. ഹാസിന്റെ ആരാണ്? ഹാസിന്റെ ഷീ ആണ് ഉത്തരം. എത്ര പേർക്ക് കിട്ടി മോനെ ഇതിന്റെ ആൻസർ? ഒന്ന് കോമെന്റ് ചെയ്യണേ, താഴെ ചെയ്തു വെക്കണം. അടുത്തത്, I am not elder to you എന്നാണ് അടുത്ത ചോദ്യം. I am not elder to you. ഇതിന്റെ അകത്ത് ആൻസർ പെട്ടെന്ന് എഴുതിക്കോ. I am not elder to you. എന്തായിരിക്കും? ഓക്സിലറി. എനിക്ക് മനസ്സിലായി. am ആണ് ഓക്സിലറി അല്ലെ. am വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. am വരുമ്പോ എടുപിടിയെന്ന് എഴുതരുത്. ഒന്ന് നെഗറ്റീവോ പോസിറ്റീവോ ഒന്ന് നോക്കിയിട്ട് മാത്രം ആൻസറിലേക്ക് പോയാൽ മതി. ഇവിടെ നോക്കുക. I am not എന്ന് പറയുമ്പോ നോട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ സേഫ് ആണ്. നെഗറ്റീവ് ആണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ്. ആൻസർ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ആം ഐ എന്ന് എഴുതിയാൽ മതി. എത്ര പേർക്ക് കിട്ടി ആം ഐ എന്ന ആൻസർ? വെരി ഗുഡ്, ഗുഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. നിങ്ങൾ അത് എഴുതിയത് ശരിയാണ്. ആം ഐ ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആമിന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി ശ്രദ്ധിച്ചോ. I am younger than you. I am younger than you.
ഈ ചോദ്യത്തിന്റെ അകത്തും ഓക്സിലറി വേർബ് ഏത് തന്നെയാണ്? ആം തന്നെയാണ്. അപ്പൊ ആം ഞാൻ പറഞ്ഞു എഴുതരുത്, ക്വസ്റ്റ്യൻ പോസിറ്റീവോ നെഗറ്റീവോ നോക്കിയിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്, കാരണം നോയും നോട്ടും ഒന്നും ഇല്ലല്ലോ, അപ്പൊ പോസിറ്റീവ് ആണ്. അപ്പൊ ഞാൻ എന്റെ ആൻസർ എന്തായിരിക്കണം? നെഗറ്റീവ് ആക്കണം. അപ്പൊ ആമിന്റെ ഐ എന്നാണ് വരിക. ശരിക്കും അങ്ങനെ ഒരു വേർഡ് ഉണ്ട് മക്കളെ? ആമിന്റെ ഐ എന്നൊരു വേർഡ് ഇല്ല. അപ്പൊ ആമിന്റെ ഐ ഇതിന്റെ പകരം നമ്മൾ എന്ത് എഴുതും? പകരം നമ്മൾ എഴുതുന്ന വേർഡാണ് ആറിന്റെ ഐ എന്നാണ് നമ്മൾ എഴുതുക. അപ്പൊ ആമിന്റെ ഐ എന്നൊരു വേർഡ് ഇല്ലാത്തത് കൊണ്ട് ക്വസ്റ്റ്യനിൽ വരുമ്പോ നെഗറ്റീവ് ആക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ആറിന്റെ ഐ എന്നാണ് ചേർക്കുക, അല്ലാണ്ട് ആമിന്റെ ഐ എന്നൊരു നമ്മൾ എഴുതാറില്ല. അത് ഒന്ന് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അത് എഴുതിയ ആളുകള് അത്യാവശ്യം പുലികളാണ് കേട്ടോ. ഓക്കെ, ഇത് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് ചില്ലറക്കാരല്ല കേട്ടോ. അപ്പൊ അവര് ഒന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം ആ ആൻസറിന്റെ കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹി വിൽ നോട്ട് കം. ഹി വിൽ നോട്ട് കം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വില്ലാണ് അതിലെ ഓക്സിലറി. വില്ലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വില്ല് ഞാൻ എഴുതി, ഇനി നോട്ട് ഓൾറെഡി നെഗറ്റീവ് ആക്കിയിട്ട് സെന്റൻസിനെ ഞാനിവിടെ പോസിറ്റീവ് ആക്കണം. വിൽ ഹി എന്ന് എഴുതിയാൽ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, വിൽ ഹി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വി വിൽ മീറ്റ് അഗെയിൻ. വി വിൽ മീറ്റ് അഗെയിൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വില്ലിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പോസിറ്റീവോ നെഗറ്റീവോ നോക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എഴുതാൻ പാടുള്ളൂ. വിൽ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? വിൽ എന്ന് പറയുന്ന വേർഡ് ഈ ഭാഗം നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ്? പോസിറ്റീവ് ആണ്, കാരണം അവിടെ നോയും നോട്ടും ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനി ടാഗ് നെഗറ്റീവ് ആക്കണം. ശരിക്കും വില്ലിന്റെ വി എന്നാണ് വേണ്ടത് അല്ലെ? വില്ലിന്റെ വി എന്നാണ് വേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു വേർഡ് ഇല്ല. നേരത്തെ ആമിന്റെ ഐ എന്ന് പറയുന്നത് പോലെ വില്ലിന്റെ എന്ന് നമ്മൾ പറയാറില്ല. പകരം നമ്മൾ എന്താ എഴുതേണ്ടത്? വോണ്ട് എന്നാണ് എഴുതേണ്ടത്. വോണ്ട് ബി. ഇതും കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അവർ ഭീകരന്മാരാണ്, അവരെ ശ്രദ്ധിക്കണം, അവർ മികച്ച എന്താ പറയാ തലച്ചോറുള്ള ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ അവരും ഇവിടെ താഴെ കോമെന്റ് ചെയ്യണം. 6 ഔട്ട് ഓഫ് 6 കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യാം? ഈ ഗെയിം കളിക്കുക. ഓക്കെ, അപ്പൊ അതില് ഈ ഗെയിം കളിക്കുന്നതിലൂടെ നമ്മൾ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് 8th സ്റ്റാൻഡേർഡിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എന്നും കൂടെ നമുക്ക് നോക്കാം. ഇത് നോക്ക്, ഹി പ്ലേസ് വെൽ. ഹി പ്ലേസ് വെൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ടല്ലോ. ഓക്സിലറി വേർബ്, ഓക്സിലറി വേർബ് കാണാനില്ലല്ലോ. ഇങ്ങനെ ഓക്സിലറി വേർബ് കറക്റ്റ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെർബിനെയാണ്. ഓക്കെ, ഏതാണ് വെർബ്? പ്രവൃത്തിയാണല്ലോ വെർബ്, ആക്ഷൻ ആണല്ലോ വെർബ്. ക്രിയ എന്ന് പറയും മലയാളത്തില് അല്ലെ? പ്രവൃത്തി. ഇപ്പൊ പ്ലേയിങ്, സ്വിമ്മിങ്, ഡാൻസിങ്, ടീച്ചിങ്, ലിസണിങ്, ലേണിംഗ്, ഇതൊക്കെയാണ് എന്താ വേർബ് എന്ന് പറയുന്നത്. അതുപോലെ ഈ സെന്റൻസിൽ ഏതാണ് വേർബ്? ഹി പ്ലേസ് വെൽ എന്ന് പറയുമ്പോ പ്ലേസ് കളിക്കുക അല്ലെ? അപ്പൊ കളിക്കുക എന്ന് പറയുന്നതാണ് വേർബ്. സോ വേർബിനെ കണ്ടുപിടിക്കാം. അപ്പൊ വേർബിനെ കണ്ടുപിടിക്കാൻ സുഖമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെ വേർബിനെ കണ്ടുപിടിക്കുന്നത്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത് അറിയോ? ഈ പ്ലേസ് എന്ന് പറഞ്ഞാല് ശരിക്കും അത് എങ്ങനെ ഉണ്ടായി നോക്കാം. പ്ലേ പ്ലസ് ഡു ആണ് എന്താവുന്നത്? പ്ലേ ആവുന്നത്. അതുപോലെ പ്ലേ പ്ലസ് ഡസ് ആണ് എന്താവുന്നത്? പ്ലേസ് ആവുന്നത്. അതുപോലെ പ്ലേ പ്ലസ് ഡിഡ് ആണ് എന്താവുന്നത്? പ്ലേഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ പ്ലേ പ്ലസ് ഡു ആണ് എന്താവുന്നത്? പ്ലേ ആവുന്നത്. എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുന്ന ആൾക്കാർ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആരുണ്ട്? ഡു ഉണ്ട് എന്നർത്ഥം. പ്ലേ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിനകത്ത് ആരുണ്ട്? ഡു ഉണ്ട് എന്നർത്ഥം. പ്ലേസ് എന്ന് പറഞ്ഞാൽ എസ് കാണുന്നില്ലേ? അതിന്റെ അകത്തൊരു തടിച്ച ആളുണ്ട്, ഡസ്. അതാണ് ഈ എസ് പുറത്തേക്ക് കാണുന്നത്. പ്ലേ എന്ന് പറയുന്നതിന്റെ അകത്ത് ഡസ് കയറുമ്പോൾ പ്ലേസ്, എസ്, ഡസ്. റെഡിയല്ലേ? ഇനി പ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആരുണ്ട്? ഡിഡ് ഉണ്ട്. ഡിഡ് തടിച്ചാണ്, ഡിഡ് ഡി പുറത്താണ്. പ്ലേഡ് ഡ്. തമാശക്ക് പറഞ്ഞാണ് കേട്ടോ, അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പോ പ്ലേ പ്ലസ് ഡു ആണ് പ്ലേ, പ്ലേ പ്ലസ് ഡസ് ആണ് പ്ലേസ്, പ്ലേ പ്ലസ് ഡിഡ് ആണ് പ്ലേഡ് ആവുന്നത്. ഇനി സിമ്പിൾ അല്ലേ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഓക്സിലറി എന്ന് പറയാന് അല്ലെ? പ്ലേസ് എന്ന് പറയുമ്പോ എസ്, എസ് ഏതാണ്? ഡസ്, ഡസ് ആണ് ഇതിന്റെ ഓക്സിലറി. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഇവിടെ പ്ലേഡ് എന്നായിരുന്നുവെങ്കിലോ ഡിഡ് ആയിരിക്കും വരിക. പ്ലേ എന്ന് മാത്രമാണെങ്കിലോ ഡു ആയിരിക്കും വരിക. റെഡി അല്ലേ? അപ്പൊ ഇനി നോക്കാം. ഹി പ്ലേസ് വെൽ. ഡസ്. ഇനി ഇത് പോസിറ്റീവ് ആണ്, ഞാൻ നെഗറ്റീവ് ആക്കി. ഡസിന്റെ ഈ ഹീനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഡസിന്റെ ഹി എന്നാണ് എന്റെ ആൻസർ. റെഡിയാണോ?
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മീന ഡാൻസ്ഡ് വെൽ. ഓക്സിലറി വേർബ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേർബ് നോക്കി. ഡാൻസ്ഡ് ആണ് വേർബ്. ഡാൻസ്ഡ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. ഡാൻസ് ഡു ആണ്. ഡാൻസസ് ഡസ് ആണ്. ഡാൻസ്ഡില് ഡിഡ് ആണ്. ഡി ഫോർ ഡി അല്ലെ? ഡിഡ് ആണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഡി എന്ന് എഴുതി, ഡിഡ് എഴുതി. ഇനി പോസിറ്റീവ് ആണ് ക്വസ്റ്റ്യൻ, നോട്ടും ഇല്ല. സോ നെഗറ്റീവ് ആക്കി. ഡിഡിന്റെ ആര്? മീന ആണ്. മീനക്ക് ഞാൻ മീന എന്ന് എഴുതൂല, ഷീ എന്ന് എഴുതാനാണ് ഞാൻ പറഞ്ഞത്. പ്രോനൗൺ എഴുതാനാണ് പറഞ്ഞത്. ഡിഡിന്റെ ഷീ എന്നാണ് ആൻസർ. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേ വർക്ക് ഹാർഡ്. വർക്ക് നോക്കി, വർക്ക് ആണ്. വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഡു ആണ് അതിനകത്തുള്ളത് അല്ലെ? വർക്ക്സ് ആണെങ്കിൽ ഡസ്, വർക്ക്ഡ് ആണെങ്കിൽ ഡിഡ്. അപ്പൊ ഇവിടെ നോക്ക്, വർക്കിന്റെ അകത്ത് ഡു ആണുള്ളത്, ഡു എന്ന് എഴുതി. ക്വസ്റ്റ്യൻ അകത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്. ഇനി നെഗറ്റീവ് ആക്കണം, ഡോണ്ട് നാക്കി. ഡോണ്ട് ആര്? ദേ. ഡോണ്ട് ദേ. റെഡി ആവുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലായി തുടങ്ങിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദേ കെയിം ലേറ്റ്. അവിടെ ഓക്സിലറി ഇല്ല, ഈസ് വാസ് ഒന്നുമില്ല. ഞാൻ വേർബ് നോക്കി, കെയിം ആണെന്ന് എനിക്ക് മനസ്സിലായി. വരിക അല്ലെ? വന്നു എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ കെയിം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. കെയിം എന്ന് പറയുന്നത് ആരാണത്? കം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡു ഉണ്ട്. കംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡസ് ഉണ്ട്. കെയിം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പ്ലേഡ് എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ അകത്ത് ആരാളത്? ഡിഡ് ആണ്. കാരണം കെയിം എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് അല്ലേ? കമ്മിഡ് എന്ന് നമ്മൾ പറയോ? ഇല്ലല്ലോ. കമ്മിഡിന് പകരം നമ്മൾ കെയിം എന്നല്ലേ പറയാ? കെയിം എന്ന് പറഞ്ഞാൽ ഡിഡ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ ഡിഡ് എഴുതി. ഇനി ഇവിടെ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കി. ഡിഡിന്റെ ദേന്നാക്കി. പരിപാടി കഴിഞ്ഞു. ഈസിയാണ്. അപ്പോ ക്ലിക്കാണ്. റെഡി അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടഫിലെ ഭാഗവും നമ്മൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ഗ്രേഡ് ഉയർന്നിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ന് വെച്ചാല് നമ്മൾ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ് ഒക്കെ പറയില്ലേ? സാധാരണ സെന്റൻസ് പോലെയാണോ? സിറ്റ് ഡൗൺ, സ്റ്റോപ്പ്, ക്ലോസ് ദ വിൻഡോ, പ്ലീസ് ഗിവ് മീ സം വാട്ടർ. സെന്റൻസുകളെയാണ് നമ്മൾ എന്താ പറയാ? ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്. ഓക്കെ, റിക്വസ്റ്റ്, അപേക്ഷ. അപ്പൊ ഇവന്മാരൊക്കെ നമ്മൾ ഇമ്പറേറ്റീവ്. ഇവിടെ എങ്ങനെ ടാഗ് എഴുതാം? ഡിഫറെന്റ് ആണ്, സിമ്പിൾ ആണ്. ഗെറ്റ് ദ ഫോൺ ഫോർ മീ. അതൊരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ഇതെന്താണ്? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെന്ന്. ഓക്കെ, ഗെറ്റ് ദ ഫോൺ ഫോർ മീ എന്ന് പറയുന്നത് ആ ഫോൺ എടുത്തേ, ആ ഫോൺ എടുത്തേ, അമ്മ ആ ഫോൺ എടുത്തോ എന്ന് പറയുന്നത് ഒരു ഓർഡർ ആണ്, അല്ലെങ്കിൽ ഒരു കമാൻഡ് ആണ് അല്ലെ? ഇങ്ങനെയുള്ള സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിന് ഒറ്റ ആൻസർ ഉള്ളൂ, വിൽ യു. വളരെ ഈസിയാണ്. അവിടെ നിങ്ങൾ ഓക്സിലറി തിരഞ്ഞു പോകണ്ട. അവിടെ നിങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണ്ട. ആൻസർ എന്താണ്? വിൽ യു. റെഡി ആണോ? അടുത്ത് നോക്ക്. പിടിയാണ്. അത് പറയുമ്പോഴും അതെന്താണ്? അത് ഓർഡർ ആണ് അല്ലെ? അപ്പൊ അവിടെ എന്ത് വിൽ യു തന്നെയാണ് ആൻസർ. അവിടെ നമ്മൾ നെഗറ്റീവ് ആക്കണ്ട, പോസിറ്റീവ് ആക്കണ്ട, ഒന്നും ചെയ്യണ്ട. വിൽ യു നമ്മോട്ട് എഴുതി വെച്ചാൽ മതി. ഇമ്പറേറ്റീവ് കണ്ടാൽ ഇമ്പറേറ്റീവ് കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്. റെഡി അല്ലേ? പ്ലീസ് ഗിവ് മീ സം വാട്ടർ. കുറച്ച് വെള്ളം തരുമോ? വിൽ യു. മതി. വിൽ യു സിറ്റ് ഡൗൺ? വിൽ യു ക്ലോസ് ദാറ്റ് വിൻഡോ? വിൽ യു. റെഡിയാണ്. സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്തത് ലാസ്റ്റ് വൺ ആണ്. ഇതും കൂടി ഉള്ളൂ. ഓക്കെ, ഒന്നുമില്ല. ലെറ്റ് us read a new story. Let us read a new story എന്ന് പറയുമ്പോ നിങ്ങൾ ഇത്രേ മനസ്സിലാക്കിയാൽ മതി. ലെറ്റസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ എല്ലാം, ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകളെല്ലാം ആൻസർ ഷാൽ ബി ആയിരിക്കും. എന്താണ്? ലെറ്റസിൽ തുടങ്ങുന്ന ആൻസർ ക്വസ്റ്റ്യൻസിലെല്ലാം ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഷാൽ ബി ആയിരിക്കും. അവിടെ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ നേരെ എന്ത് എഴുതിയാൽ മതി? ഷാൽ ബി എന്ന് എഴുതിയാൽ മതി. അപ്പൊ രണ്ടാമത്തെ ദിവസം നോക്കൂ. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് അല്ലെ? ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയുമ്പോൾ അതിന്റെയും ഓക്സിലറി എന്ത് തന്നെയാണ്? സോറി, അതിന്റെ ഓക്സിലറി ഒന്നും കണ്ടുപിടിക്കേണ്ട. ഈ നമ്മള് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും നോക്കണ്ട. ലെറ്റസ് എന്ന് കണ്ടാൽ ആൻസർ ഷാൽ ബി. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? ഒന്നുമില്ല. ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ ഓക്സിലറി വേർബ് വേഗം എടുത്ത് എഴുതുക. പോസിറ്റീവ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നെഗറ്റീവ് ആക്കുക, പ്രോനൗൺ എഴുതുക. പരിപാടി കഴിഞ്ഞു. ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ വേഗം വെർബിനെ നോക്കുക. പ്ലേസ് ആണെങ്കിൽ ഡസ്, പ്ലേ ആണെങ്കിൽ ഡു, പ്ലേഡ് ആണെങ്കിൽ ഡിഡ് എഴുതുന്നു. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുന്നു, പ്രോനൗൺ എഴുതുന്നു. ഓക്കെ, ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഓർഡർ, റിക്വസ്റ്റോ മറ്റോ ആണെങ്കിൽ വിൽ യു എന്ന ആൻസർ എഴുതുക. ലെറ്റസിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഷാൽ ബി എന്ന് എഴുതുക. അപ്പൊ സെറ്റ് അല്ലേ? താങ്ക് യു.